ഇതിപ്പോൾ നമ്മുടെ കുറച്ച് പറമ്പിലെ വാഴയാണ്. കോട്ടയം തേനി ഇനത്തിൽപ്പെട്ടതാണ് കേട്ടോ. വെച്ചിട്ട് 1.5 മാസമായി. വളമൊന്നും ചെയ്തിട്ടില്ല. ചെറിയൊരു കോഴിവളം ചേർത്തിട്ട് നനയ്ക്കാനുണ്ടായത്. ഇതിപ്പോൾ 1300 വാഴയോളം ഉണ്ട്. ഇടക്കൃഷിയായിട്ട് മത്തൻ, കുമ്പളം എന്നിവ നട്ടിട്ടുണ്ട്. ഇടക്കൃഷിൻ്റെ മാത്രമല്ല, ആ വള്ളിയെല്ലാം കൂടെ വാഴയ്ക്കൊരു തണുപ്പും കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് പ്രത്യേക ചിലവൊന്നുമില്ല. ഇത് ആദ്യം എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ മൊത്തം ഭൂമി ഹിറ്റാച്ചി വെച്ചിട്ട് ഇളക്കിയിട്ടു. അതിപ്പോൾ ഏകദേശം ചിലവ് 1 ഏക്കർ, ഇത് മൊത്തം 1.5 ഏക്കർ ഇളക്കിയിടാൻ 15,000 രൂപയായി. അപ്പോൾ അത് വെച്ച് അതിന് ശേഷം ചെറിയ കുഴി എടുത്തിട്ട് വാഴ വെക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ താഴെ നല്ലൊരു കോറിയാണ്, കുളമുണ്ട്. ആ കുളത്തിൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. അതുപയോഗിച്ച് കൊണ്ടാണ് നനയ്ക്കുന്നത്. മോട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സോളാറും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഴ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. ഇടയ്ക്ക് പുല്ലൊക്കെ മൂടിയോണ്ട് ഒരു തണുപ്പുണ്ട്. നമ്മൾ കരിയിലയും മറ്റു ചകിരി ഒക്കെ ഇട്ട് ചലിക്കാലം തണുപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയും നേരത്തെ നമ്മൾ ഇത് 1.5 മാസം എന്ന് പറഞ്ഞാൽ പറമ്പിലെ വാഴ നേരത്തെ വെക്കുമ്പോൾ ഇനിയിപ്പോൾ ഒരു 3 മാസം കൂടെ നനച്ച് ചെറിയൊരു വളമൊക്കെ കലക്കി ഒഴിച്ച് എടുപ്പിച്ച് കൊണ്ടുവരണം. അതിനുശേഷം മഴ കിട്ടി നല്ല രാസവളം കൊടുത്ത് ഒന്നിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക. ഇത്രയും നേരത്തെ വെച്ചത് എന്താ വെച്ചാൽ നമുക്ക് അടുത്ത വേനലിലാകുമ്പോഴേക്കും വാഴക്കൊല വെട്ടി തീരുന്ന രീതിയിൽ ഒരു ഷെഡ്യൂളാക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പറമ്പായതുകൊണ്ട് തന്നെ നല്ല കരുത്തുണ്ട്. പുതിയ മണ്ണാണ്. ഇതിലാദ്യം റബ്ബറായിരുന്നു. അപ്പോൾ റബ്ബർ മുറിച്ചതിന് ശേഷം മൊത്തം ഇളക്കിയിട്ടതിന് ശേഷമാണ് വാഴ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു കേട് കുറവ് കാണുന്നുണ്ട്. പൊതുവെ പുതിയ സ്ഥലത്ത് വാഴ വെക്കുമ്പോൾ കേടുകളൊക്കെ കുറവായിരിക്കും. ഇലകരിച്ചിൽ, അതുപോലെ തന്നെ മറ്റു പുഴു പ്രശ്നങ്ങളൊക്കെ, പ്രാണികൾ, ഫംഗസ്, കുമിൾ ഒക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ പ്ലോട്ടിൽ വാഴ വെക്കുമ്പോൾ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. നല്ല കരുത്തിൽ വരും. താഴെ ഭാഗമൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇടയ്ക്ക് ഓരോ തെങ്ങുണ്ട്, അത് വലുതാണ്, ഹൈറ്റ് കൂടിയതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷെയ്ഡ് കാര്യങ്ങളൊന്നും പ്രശ്നമല്ല.